ഗാസയുടെ ആകാശ ദൃശ്യം കണ്ടവർക്കറിയാം, ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ആ വൻ നഗരം ഇന്ന്. ഗാസൻ ജനതയുടെ പാർപ്പിടങ്ങൾ തകർന്നടിഞ്ഞ അസ്ഥിമാടങ്ങളായിരിക്കുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ക്രൂരമായ ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേൽ. ഗാസ പൂർണ്ണമായും പിടിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നതിന് മുൻപേ അത് തുടങ്ങി. നെതന്യാഹു ചോരക്കളി തുടരുകയാണ്. ഗാസ പൂർണ്ണമായി പിടിക്കും ഇതോടെ എന്നാണ് ഇസ്രായേൽ വെല്ലുവിളി. ഗാസ കൈപ്പിടിയിലേക്ക് സമ്പൂർണ്ണമായി ഒതുക്കപ്പെടുമെന്ന് തോന്നിപ്പിക്കുന്ന അതിക്രൂര ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. പഴയ അതീശ ചരിത്രത്തിൽ നിന്ന് ഇസ്രായേൽ ഗാസ പിന്മാറ്റം നടത്തിയത് 20 വർഷം മുൻപാണ്. 2005 സംഭവിച്ചത്. 2004 ഇസ്രായേലി സൈനിക സാന്നിധ്യം പിൻവലിക്കപ്പെട്ടു. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സെറ്റിൽമെൻറ്റുകൾ ഇല്ലാതായി. പുറത്തുനിന്നുള്ള ഇടപെടൽ പക്ഷേ ഈ മേഖലയിൽ ഇസ്രായേൽ നിർബാധം തുടരുകയും ചെയ്തു. 2005 മുസ്ലിം ബ്രദർഹുഡ് നീക്കങ്ങളിലൂടെ ഹമാസ് അധികാരം പിടിച്ച ഗാസയിൽ പിന്നീട് പലവട്ടം ഇസ്രായേലുമായി ഏറ്റുമുട്ടലുകളുണ്ടായി. 2024 വലിയ നരനായാട്ടിന് സാക്ഷിയായ വർഷവുമായി. 53,000-ലധികം ജീവനുകളെ ഇല്ലാതാക്കിയ ആക്രമണം. ആശുപത്രികളും സ്കൂളുകളും 10,000-കണക്കിന് കുഞ്ഞുങ്ങളുമടക്കം കൊല്ലപ്പെട്ടു. 2025 മാർച്ചിൽ ഖത്തറിൻ്റേതടക്കമുള്ള രാജ്യാന്തര ഇടപെടലിൽ വെടിനിർത്തൽ നീക്കം, താൽക്കാലിക ശമനം. പക്ഷേ ആ പ്രതീക്ഷയും അസ്തമിച്ചു. ഒന്നും നടപ്പായില്ല. ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ നരഹത്യ തുടരുന്നു. 300-ലധികം പേർ ഗാസയിൽ കഴിഞ്ഞ 2 രാത്രികൾക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് 58 രക്തസാക്ഷികളെന്ന് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെക്കുറിച്ച് വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി ഡയറക്ടർ മാർവൻ അൽ സുൽത്താൻ പറഞ്ഞു. ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇല്ല പലയിടത്തും. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. റോയിറ്റേഴ്സ് റിപ്പോർട്ടിലെ വാക്കുകളാണിത്. മുന്നറിയിപ്പുകളില്ലാതെ നടക്കുന്ന തുടർച്ചയായ ഇസ്രായേൽ ആക്രമണത്തോട് UN മനുഷ്യാവകാശ വിഭാഗം തലവൻ വോൾക്കർ തുർക്ക് കടുത്ത വിമർശനം ഉന്നയിച്ചു. പക്ഷേ UN വാക്കുകളോട് ഇസ്രായേൽ സേനയോ ഹമാസോ വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ലെന്നതാണ് അനുഭവം. 2023 ഒക്ടോബറിലെ 1200 പേർ വധിക്കപ്പെട്ട ടെല്ലവീവ് ആക്രമണത്തിൽ 250 പേരെ ബന്ദികളാക്കി ഹമാസ്. വെടിനിർത്തൽ ധാരണപ്രകാരം പിന്നീട് ബന്ദികളെ വിട്ടു നൽകിയെങ്കിലും 57 ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ട് ഔദ്യോഗികമായി. ടെല്ലവീവ് അടക്കം ഇസ്രായേൽ നഗരങ്ങളിലെല്ലാം അവരെ വിട്ടുകിട്ടാനുള്ള കനത്ത പ്രതിഷേധവും നടക്കുന്നു. ഹമാസിനോടുള്ള എതിർപ്പ് ഗാസയിലും വ്യാപകമാണ്. ഗാസയിൽ ഹമാസ് വിരുദ്ധ വികാരമുണ്ട്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനത ഹമാസിനോടുള്ള അമർഷവും പ്രകടിപ്പിക്കുന്നു. ഹമാസ് പുറത്തു പോകൂ എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ ഉയരുന്നു. വടക്കൻ ഗാസയിൽ ആ പ്രതിഷേധം കേൾക്കാം. ഔട്ട് ഹമാസ് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് BBC-യും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിനെ വിമർശിച്ചതിനാണ് 22 വയസ്സുള്ള ഒദൈ അൽ റുബൈ കൊല്ലപ്പെട്ടത്. തട്ടിക്കൊണ്ടുപോയി കൊന്നുവെന്ന കുടുംബം. നിരവധിയായ ഇത്തരം സംഭവങ്ങൾക്ക് ഗാസ സാക്ഷിയാണ്. അതിഭീകരമായി ഈ യുവാവ് പീഡിപ്പിക്കപ്പെട്ട കാര്യം പലസ്തീനിയൻ സ്വതന്ത്ര മനുഷ്യാവകാശ കമ്മീഷനും വെളിപ്പെടുത്തി. ബന്ദിമോചനത്തിൽ ഹമാസ് ഉഴപ്പിയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഡൊണാൾഡ് ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിനിടെ വലിയ ആക്രമണങ്ങളാണ് ഗാസയിൽ നടന്നത്. സന്ധി സംഭാഷണവും വെടിനിർത്തൽ ശ്രമവും നിർത്തിയിട്ടില്ല ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ. പക്ഷേ ലോക നേതാക്കൾ ഇടപെട്ട ചർച്ചാ സന്നാഹങ്ങൾക്കിടയിൽ 100 പാവങ്ങളുടെ ജീവൻ നിഷ്ഠൂര നരനായാട്ടിലൂടെ ദിനംപ്രതി ഇസ്രായേൽ കവർന്നെടുക്കുന്നുണ്ട് ഗാസയിൽ. ഇതെല്ലാം കണ്ടു നിൽക്കേണ്ടി വരുന്നു ലോകത്തിനും മാധ്യമങ്ങൾക്കും. ഒടുങ്ങുന്നില്ല ഗാസയുടെ നരകയാതന. അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ ഇസ്രായേൽ സേനയുടെ ആക്രമണത്വരയെ വിശേഷിപ്പിക്കുന്നത്
ഇങ്ങനെയാണ് എത്നിക് ക്ലെൻസിങ്.